വെൽക്കം ടു പേഴ്സണൽ ബ്രാൻഡ് പാർട്ട് 4. എന്തുകൊണ്ടാണ് മോസ്റ്റ് ഓൺടർപ്രണേഴ്സും അവരുടെ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ ഒന്നാമത്തെ കാര്യമാണ് അവരുടെ സെയിൽസ് വീക്കായിരിക്കും. അവർ സർവീസിലും പ്രൊഡക്റ്റിലും മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ, സെയിൽസിൽ ഫോക്കസ് ചെയ്യില്ല. സോ അവരുടെ ബിസിനസ്സിൽ അത് സ്ട്രഗിൾ ആയിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് മാർക്കറ്റിങ്ങിൽ ഗുഡായിരിക്കില്ല. ചിലരെന്താ അവരുടെ മാർക്കറ്റിംഗ് ഇഗ്നോർ ചെയ്യും. എൻ്റെ പ്രൊഡക്റ്റ് അടിപൊളിയാണ്, അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ട് തന്നെ ആൾക്കാർക്ക് അറിയില്ല. സോ ഈ മാർക്കറ്റിങ്ങും സെയിൽസും ഒരു ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതില്ലെങ്കിൽ ബിസിനസ് ഇല്ല. സോ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പേഴ്സണൽ ബ്രാൻഡിങ്. ആകെ കുറച്ച് പേർക്ക് മാത്രമേ ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്താ, അതെങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഉള്ളതിനെക്കുറിച്ച് അറിയുള്ളൂ. എല്ലാവരും വിചാരിക്കുന്നത് ബ്രാൻഡിങ് എന്നുള്ളത് സെലിബ്രിറ്റീസിന് മാത്രം വേണ്ടിയുള്ളൊരു കാര്യം എന്നാണ്. പക്ഷേ അതല്ല. സോ അപ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ പേഴ്സണൽ ഇമേജിനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മളൊരാൾ കാണുമ്പോൾ നമ്മുടെ ലുക്ക്, നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ സ്പീക്കിംഗ് സ്റ്റൈല്, ഇതുതന്നെയാണ് പേഴ്സണൽ ഇമേജ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്യൂട്ട് ഇട്ട് പോയി, അപ്പോൾ ആൾക്കാർ എന്നെ കണ്ടാൽ പറയും ആൾ ഫോർമലാണെന്ന് പറയും. അതുതന്നെയാണ് ഈ പേഴ്സണൽ ഇമേജ്. പക്ഷേ അത് ടെമ്പററി ആയിരിക്കും. പക്ഷേ ഈ പേഴ്സണൽ ബ്രാൻഡ് ലോങ് ടേം ആയിരിക്കും. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ യുണീക്കാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ പേഴ്സണൽ ബ്രാൻഡ്. എങ്ങനെയാണ് ആ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മുടെ സെയിൽസിലും മാർക്കറ്റിങ്ങിലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ട്രസ്റ്റ് വരും, ഇല്ലേ? സോ നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സൊസൈറ്റിയിൽ ലോഞ്ച് ചെയ്തു. അത് ആൾക്കാർ നമ്മുടെ നിന്ന് അറിയുമ്പോൾ ആൾക്കാർക്ക് ഈ ട്രസ്റ്റ് ഈ പ്രൊഡക്റ്റിലോട്ട് വരികയാണ്. അപ്പോൾ ആൾക്കാരത് വാങ്ങിക്കും. സോ അവിടെ സെയിൽസും മാർക്കറ്റിങ്ങും നടക്കുകയാണ്. എന്തിലൂടെ? പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ. സോ അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ പവർ. അപ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടെങ്കിൽ സെയിൽസും മാർക്കറ്റിങ്ങും ഒപ്പം നടക്കും. ഓക്കെ, പാർട്ട് 5 ആയിട്ട് വരാം. താങ്ക് യു.